Hi friends, welcome to a new video from English with SC. കഴിഞ്ഞ ഡേ 4 വരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അതിൻ്റെ തുടർച്ചയായി നമുക്ക് ഡേ 5ലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദൈനംദിനമായി പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയുന്നത് ഇതിന് തൊട്ട് മുമ്പ് ഇംഗ്ലീഷിൽ എങ്ങനെ നമുക്ക് സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യാം, എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞു പോയിട്ടുള്ള മുമ്പുള്ള കാര്യങ്ങൾ, ഇപ്പം നമ്മൾ അന്നുള്ള കാര്യം പറഞ്ഞതുപോലെ കഴിഞ്ഞു പോയതും ഇനി വരുന്നതുമായ കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഏകദേശം സംഭാഷണങ്ങൾ ഓക്കെ ആവും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഇത് 3-4 ക്ലാസ്സുകൾ കഴിഞ്ഞാലുടൻ നമുക്ക് സംഭാഷണങ്ങളുടെ പ്രാക്ടീസ് സെഷൻ കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതും ഈ ഒരു 15 ഡേയ്സ് ക്ലാസ്സിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ പ്രാക്ടീസുകൾ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് അവൻ സ്കൂളിൽ പോയി അല്ലെങ്കിൽ അവൾ അമ്മയെ സഹായിച്ചു, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു എന്നൊക്കെ പറയില്ലേ. അതായത് മുമ്പ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു, അവൻ പഠിപ്പിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് പറയുന്നത് ഞാൻ പഠിച്ചു, അവൻ പഠിപ്പിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ പറയും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഡു ഡസ് ഫോമിന് പകരമായിട്ട് ഡിഡ് ഫോം ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറയാണ് അവൻ ഇംഗ്ലീഷ് പഠിച്ചു, അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നത് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്, ഹി സ്റ്റഡീസ് ഇംഗ്ലീഷ് എന്നാണ്. എന്നാൽ ഈ സ്റ്റഡി വെർബിനോടൊപ്പം ഡസ് ചേർത്തപ്പോഴാണല്ലോ സ്റ്റഡീസ് ആയത്. എന്നാൽ ഇവിടെ നമ്മൾ അവൻ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് പറയുമ്പം സ്റ്റഡി എന്ന വെർബിനോടൊപ്പം ഡിഡ് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് അവൻ ഇംഗ്ലീഷ് പഠിച്ചു എന്നത് നമ്മൾ ഇംഗ്ലീഷിൽ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ആദ്യം അവൻ എന്നുള്ളതിൻ്റെ വാക്ക് എഴുതുക ഹി, പിന്നെ പഠിച്ചു എന്നതിൻ്റെ സ്റ്റഡീയുടെ കൂടെ ഡിഡ് ചേർക്കുമ്പോൾ സ്റ്റഡീഡ് ഇംഗ്ലീഷ്, അവൻ പഠിച്ചു ഇംഗ്ലീഷ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതേണ്ടത്. അതായത് ആര് ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ പോലും തൊട്ടടുത്ത് എഴുതേണ്ടത് അവർ ചെയ്ത പ്രവൃത്തിയെ പറ്റിയാണ്. മനസ്സിലായോ? ഇപ്പം പ്രിൻസിപ്പൽ കുട്ടിയെ അടിച്ചു എന്ന് പറയുമ്പം പ്രിൻസിപ്പൽ അടിച്ചു കുട്ടിയെ എന്ന രീതിയിലാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. അവൻ ക്രിക്കറ്റ് കളിച്ചു എന്ന് പറയുമ്പം അവൻ കളിച്ചു ക്രിക്കറ്റ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അതായത് ആരാണോ ആ കാര്യം ചെയ്തത് അവരോടൊപ്പം അവർ ചെയ്ത പ്രവൃത്തിയാണ് എഴുതേണ്ടത്. അതാണ് ഇംഗ്ലീഷിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മലയാളത്തിൻ്റെ രീതിയിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ അവൻ ഇംഗ്ലീഷ് പഠിച്ചു, he studied English. അവൾ അമ്മയെ സഹായിച്ചു, she helped mother. കണ്ടോ? അപ്പോൾ ഈ ഡിഡ് വെർബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഡൂവിൻ്റെ അടിസ്ഥാന വെർബാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ് ഒന്ന് കണ്ടിട്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മുടെ ആ എക്സസൈസ് കൂടെ ചെയ്ത് ഇത് കാണണം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഡിഡ് വെർബാണ് യൂസ് ചെയ്തത്. ആ സ്റ്റഡി എന്നതിൻ്റെ സ്റ്റഡീഡ് എന്നാണല്ലോ പോകുന്നത്. എന്നാൽ നമ്മളിപ്പോൾ ഹെൽപ്പ് പറയുമ്പം ഹെൽപ്പ് രണ്ടാമത്തെ ഫോം ഡിഡ് ഫോം ഹെൽപ്ഡ്, തേർഡ് ഫോം എന്ന് പറയുന്നതും ഹെൽപ്ഡാണ്. എന്നാൽ ഗോ പറയുമ്പോൾ പോയി എന്നുള്ളതിൻ്റെ ഡിഡ് വെർബ് വരുന്നത് വെൻ്റാണ്. ഗോ വെൻ്റ് ഗോണാണ്. കം വരുമ്പം കം കെയിം കം എന്നാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞു കാര്യങ്ങൾ അറിയാത്തവരതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതുകൂടെ നിങ്ങൾക്ക് അവിടെ അതിൻ്റെ കറക്റ്റ് റിപ്ലൈ ഞാൻ തരാം. അതിൻ്റെ ലിങ്ക് കൂടെ ഞാനവിടെ തരാം. അപ്പം നമ്മൾ ഇതിൻ്റെയൊക്കെ ഈ ക്ലാസ്സുകളുടെയൊക്കെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കമൻറ്റ് ബോക്സിലും ഒപ്പം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അപ്പം അവൻ ഇംഗ്ലീഷ് പഠിച്ചു, നമ്മൾ ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ് പറഞ്ഞു. എന്നാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത സെൻറ്റൻസ് ഉണ്ടാക്കാം. അവൻ ഇംഗ്ലീഷ് പഠിച്ചില്ല എന്ന് പറയുമ്പം ഹി ഡിഡ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. അപ്പോൾ ഈ ഡിഡ് എന്ന് പറയുന്ന സ്റ്റഡീഡിൽ നിന്നും ഡിഡിങ് എടുക്കുക, അതിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് ഡിഡ് ഇല്ലാത്ത വെർബ് സ്റ്റഡി എഴുതുക. ഹി ഡിഡ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ആ ഒരു ബേസ് എങ്ങനെയാണ് വരുന്നത്
വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ മറക്കാതെ നോക്കണം. ഒപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ ഇതിൻ്റെ ഓരോ കാര്യവും നിങ്ങളെ കൊണ്ട് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കറക്റ്റായിട്ട് പറഞ്ഞാണ് പോകുന്നത്. അത് ഓൺലൈനിലാണ്. അപ്പോൾ അത് ആ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു നമ്പറിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നോക്കൂ, അപ്പോൾ അവൻ ഇംഗ്ലീഷ് പഠിച്ചു, ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിച്ചില്ല, ഹി ഡിഡ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. എന്നാൽ അവിടെ നമ്മൾ അവൻ ഇംഗ്ലീഷ് പഠിച്ചു എന്ന ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷിനെ അവൻ ഇംഗ്ലീഷ് പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ എന്തായി മാറും എന്നറിയോ? ഈ സ്റ്റഡീഡിൽ നിന്നുള്ള ഡിഡിനെ നമ്മൾ ആദ്യം എഴുതുന്നു. അപ്പോൾ പിന്നെ അവിടെ സ്റ്റഡിയേ ഉള്ളൂ എന്ന് ഓർക്കുക. ഡിഡ് ആദ്യം എഴുതി കഴിയുമ്പോൾ എന്ത് വരും? ഡിഡ് ഹീ സ്റ്റഡി ഇംഗ്ലീഷ്, ഡിഡ് ഹീ സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് വരും ഇല്ലേ? അപ്പോൾ അവിടെ ഡിഡ് ഹീ സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അവൻ ഇംഗ്ലീഷ് പഠിച്ചോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്തൊരു കാര്യം പറയാം. ഇംഗ്ലീഷ് പഠിച്ചോ എന്നുള്ളിടത്ത് അവൻ എന്ത് പഠിച്ചു എന്ന് ചോദിക്കാൻ നമുക്ക് അവിടെ ഒരു വാട്ട് ആഡ് ചെയ്താൽ മതി. വാട്ട് ഡിഡ് ഹീ സ്റ്റഡി. ഇംഗ്ലീഷ് കളയുമല്ലോ, അപ്പം നമ്മൾ ഇംഗ്ലീഷ് പിന്നെ പറയത്തില്ലല്ലോ. അപ്പോൾ വാട്ട് ഡിഡ് ഹീ സ്റ്റഡി, അവൻ എന്താണ് പഠിച്ചത്. അപ്പോൾ ആദ്യം പറഞ്ഞു അവൻ ഇംഗ്ലീഷ് പഠിച്ചു, ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിച്ചില്ല, ഹി ഡിഡ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിച്ചോ, ഡിഡ് ഹി സ്റ്റഡി ഇംഗ്ലീഷ്. അവൻ എന്താണ് പഠിച്ചത്, വാട്ട് ഡിഡ് ഹി സ്റ്റഡി. അപ്പോൾ ഈ സ്റ്റഡി എന്നുള്ള വെർബ് വെച്ച് പറയുന്നത് നമുക്ക് ആ വെർബുകളെ മാറ്റാം. അതുപോലെ ഹീയെ മാറ്റിയിട്ട് സബ്ജക്റ്റിനെ മാറ്റാം. ഇപ്പം ഞാൻ പറയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു, ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഈ ഡിഡ് വെർബ് വരുമ്പോൾ ഉള്ളൊരു ഗുണം ഏത് സബ്ജക്റ്റ് വന്നാലും അത് തന്നെയാണ് വരുന്നത്. കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞ പോലെ ഡു വരും, ഡസ് വരും, അങ്ങനെ മാറ്റൊന്നും വേണ്ട. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചില്ല, ഐ ഡിഡ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ചോദിക്കാം, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചോ, ഡിഡ് ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചില്ലേ എന്നതുകൂടെ നമുക്ക് ഡിഡ് നോട്ട് ചേർത്ത് പറയാം. ഡിഡിൻറ്റ് ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചില്ലേ. നീ എന്താണ് പഠിച്ചത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് പഠിച്ചത്. വാട്ട് ഡിഡ് ഐ സ്റ്റഡി. വാട്ട് ഡിഡ് ഐ സ്റ്റഡി. കണ്ടോ? ഇനി അവൻ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് നമ്മൾ പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു എന്നും പറഞ്ഞു. ഇനി നീ ഇംഗ്ലീഷ് പഠിച്ചു, അവിടെ ശ്രദ്ധിച്ചോണം, പഠിച്ചു എന്ന് തന്നെയാണ്. നീ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് പറയുമ്പം യു സ്റ്റഡീഡ് ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് പഠിച്ചു. നീ ഇംഗ്ലീഷ് പഠിച്ചില്ല എന്നാണെങ്കിലോ, യു ഡിഡ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് പഠിച്ചില്ല. നീ ഇംഗ്ലീഷ് പഠിച്ചോ, ആ ഡിഡ് ആദ്യം എഴുതൂ. ഡിഡ് യു സ്റ്റഡി ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് പഠിച്ചില്ലേ, ഡിഡിൻറ്റ് യു സ്റ്റഡി ഇംഗ്ലീഷ്. നീ എന്താണ് പഠിച്ചത്, വാട്ട് ഡിഡ് യു സ്റ്റഡി. അപ്പം ഞാൻ ഇംഗ്ലീഷാണ് പഠിച്ചതെന്ന് പറയും, ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഡിഡ് വെർബ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കിയത്. അതായത് ഇപ്പോൾ നമ്മൾ അവൻ സ്കൂളിൽ പോയി എന്ന് പറയുമ്പം കൂടെ ഡിഡ് ചേർത്ത് ഗുഡ് എന്നല്ല, അവിടെ വെൻറ്റ് എന്നാണ്. അവൻ സ്കൂളിൽ പോയി, ഹി വെൻറ്റ് ടു സ്കൂൾ. ഹി വെൻറ്റ് ടു സ്കൂൾ. സ്കൂളിലേക്ക് എന്ന് വരുമ്പോൾ നമ്മൾ ടു സ്കൂൾ വേണം കേട്ടോ. ഹി വെൻറ്റ് ടു സ്കൂൾ. അവൻ സ്കൂളിലേക്ക് പോയി. അവൻ സ്കൂളിൽ പോയില്ല. അവൻ സ്കൂളിൽ പോയില്ല എന്ന് വരുമ്പം വെൻറ്റിനകത്ത് നിന്ന് ഡിഡിങ് എടുക്കും. ഡിഡിങ് എടുക്കുമ്പോൾ അവിടെ എന്താ പിന്നുള്ളത്? വെൻറ്റിൽ നിന്ന് ഡിഡ് മാറ്റുമ്പോൾ ഗോയുടെ കൂടെ ഡിഡ് ആഡ് ചെയ്തല്ലേ നമ്മൾ വെൻറ്റ് എഴുതുന്നത്. അപ്പോൾ ഡിഡ് വെൻറ്റിൽ നിന്ന് മാറ്റുമ്പോൾ അവിടെ എന്തുള്ളൂ ബാക്കി? ഡിഡ് പ്ലസ് ഗോയാണ്. അപ്പം ഹി ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോയില്ല. അവൻ സ്കൂളിൽ പോയോ? ഡിഡ് ഹി ഗോ ടു സ്കൂൾ. ഡിഡ് ഹി ഗോ ടു സ്കൂൾ. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഡിഡ് ഹി ഗോ ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോയില്ലേ? ഡിഡിൻറ്റ് ഹി ഗോ ടു സ്കൂൾ. അവൻ എവിടെ പോയി? എവിടെ എന്നുള്ളതിന് എന്താണ്? വെയറാണ്. അപ്പോൾ വാട്ട്, വിച്ച്, വെയർ, വെൻ, ഹൂ ഇങ്ങനെയുള്ള കുഞ്ഞു ക്വസ്റ്റ്യൻ വാക്കുകൾ കൂടെ മനസ്സിലാക്കുക. വെയർ ഡിഡ് ഹി ഗോ. അവൻ എവിടെ പോയി. അപ്പോൾ ഈ ഒരു രീതി മനസ്സിലായോ? വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം, വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ക്ലാസ്സുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന പാകത്തിൽ ഞാൻ ഈ 15 ദിവസം കൊണ്ട് നിങ്ങളെ എത്തിച്ചിരിക്കും. സോ നിങ്ങളിത് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് എക്സർസൈസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അവൾ അവളുടെ
അച്ഛനെ സഹായിച്ചു. സഹായിക്കുക എന്നുള്ളത് ഹെൽപ്പാണ് കേട്ടോ. സഹായിച്ചു എന്ന് പറയുമ്പോൾ ഹെൽപ്ഡ് വരും. അവൾ അവളുടെ അച്ഛനെ സഹായിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചില്ല. തേർഡ് ക്വസ്റ്റ്യൻ, നീ ഇംഗ്ലീഷ് പഠിച്ചോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, അവൻ സ്കൂളിൽ വന്നില്ല. വരിക എന്ന് പറയുന്നത് കമ്മാണ് കേട്ടോ. വന്നു എന്ന് പറയുമ്പോൾ കെയിമാണ്. അവൻ സ്കൂളിൽ വന്നില്ല. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അവൻ ഭക്ഷണം കഴിച്ചില്ല. അവിടെ ഹാവ് എന്നുള്ള വെർബും ഈറ്റ് എന്നുള്ള വെർബും യൂസ് ചെയ്യാം. ഈറ്റിന് ഏറ്റ് പറയാം, ഹാവിന് ഹാഡ് എന്ന് പറയാം. അതായത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതിന് നമുക്ക് ഹാവ് എന്നും ഈറ്റ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസുകളായിട്ട് എഴുതുക. നിങ്ങൾക്ക് തെറ്റുകളുണ്ടെങ്കിൽ ഞാനിവിടെ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായും ഇനി വരുന്ന ക്ലാസ്സുകളും ഇനി മുമ്പുള്ള ക്ലാസ്സുകളും കാണുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ നമ്പറിൽ വാട്സപ്പ് കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.